വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടക്കുകയാണ്. ഇനി പ്രത്യാശയുടെ ദിവസങ്ങളാണെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ നിനക്ക് ഓശാന ഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിമർശനത്തിന് ആരും അതീതരല്ലെന്നും അധികാരത്തിലിരിക്കുന്നവരെ കാര്യങ്ങൾ അറിയിക്കേണ്ട കടമ ജനങ്ങൾക്കുണ്ടെന്നും കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ദൈവത്തിൻ്റെ രൂപമുള്ളവരാണ് ഓരോ മനുഷ്യനും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ ബഹുമാനിക്കാൻ, ആദരിക്കാൻ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് അത്യാവശ്യമാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം വഴി, ഉയർപ്പ് വഴി നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് കിട്ടുന്നത്. ഓശാന ഞായറിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഹൃദയപൂർവ്വം ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൊച്ചി ഇടപ്പള്ളി തോപ്പിൽ മേരി ക്യൂൻ പള്ളിയിൽ നിന്ന് ആൻമരിയ സണ്ണിയും അതുപോലെ കോട്ടയം മണർകാട് പള്ളിയിൽ നിന്ന് ടോബി ജോൺസണും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആൻമരിയ സണ്ണിയിലേക്കാണ്. ആൻമരിയ, പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, കുരുത്തോല പ്രദക്ഷിണം, സഭാധ്യക്ഷന്മാരുടെ സന്ദേശം, വിശദാംശങ്ങൾ എന്താണ് ആൻമരിയ സണ്ണി? റീജിത്ത്, ഇനി വിശ്വാസികൾക്ക് വിശുദ്ധവാരത്തിന്റെ ദിവസങ്ങളാണ്. അതായത് ഈ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധവാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിശ്വാസികളെല്ലാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളി മേരിക്യൂൻ പള്ളിയിൽ ഈ ഓശാന ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. കയ്യിൽ കുരുത്തോലകൾ എന്തി അവർ വിശ്വാസത്തിലൂടെ ഭവനങ്ങളിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇവിടെ മാർ റാഫേൽ തട്ടിൽ പിതാവ്, സിറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലുള്ള തിരുക്കർമ്മങ്ങൾക്കാണ് ഈ മേരിക്യൂൻ പള്ളി സാക്ഷ്യം വഹിച്ചത്. പിതാവ് ഈ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സഭയാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വിശുദ്ധ വാരത്തിന് കഴിയട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ ഓശാന ദിന സന്ദേശത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കത്തിന്റെ, കുർബാന സംബന്ധിച്ചുള്ള തർക്കവുമായി ഒട്ടുമെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സെന്റ് മേരീസ് ബസലിക്കയിൽ ഈ വിശുദ്ധ വാര തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് ഇന്നലെ തന്നെ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ എടപ്പള്ളി മേരിക്യൂൻ പള്ളിയിലേക്ക് എത്തുന്നവരുടെ എണ്ണവും വിശ്വാസികളുടെ എണ്ണവും കൂടുതലുമാണ്. ഈ കയ്യില് തിരുവോലകൾ എന്തി, കുരുത്തോലകളെ ഏന്തി പള്ളി ദേവാലയത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണത്തിന് ശേഷം ഈ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിൽ വാതിൽ മുട്ടി അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാണ് ഈ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം ഇപ്പോൾ തിരുക്കർമ്മങ്ങളെല്ലാം പൂർത്തിയായി വിശ്വാസികളെല്ലാം പിരിഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്, രാജകീയമായിട്ടുള്ള ജെറുസലേം പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ ഓശാന ഞായറാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വിശുദ്ധ വാരത്തിന്റെ ദിവസങ്ങളിലേക്ക് ഈ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ കടന്നിരിക്കുകയാണ്. ഇനി ദുഃഖവെള്ളിയാണ്, പെസഹാ തിരുനാളാണ്. പെസഹാ തിരുനാളിന് ശേഷം ദുഃഖവെള്ളിയാണ്. അതിനുശേഷം യേശുവിന്റെ ഉയർപ്പിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോമ്പിന്റെ അവസാനഘട്ട ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. റീജിത്ത്, ആൻമരിയ സണ്ണി വിവരങ്ങൾ നൽകുകയായിരുന്നു. ടോബി ജോൺസൺ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, മണർകാട് പള്ളിയിൽ നിന്നുള്ള വിശേഷങ്ങൾ. ടോബി. ഹലോ ടോബി, കേൾക്കാമോ? ടോബി, ഹലോ. ചടങ്ങുകൾ ആരംഭിച്ചു. ഓശാനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കർമ്മങ്ങളും ആരംഭിച്ചു. രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വെഞ്ചരിപ്പ് നടന്നു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പ്രദക്ഷിണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ശ്രേഷ്ഠഭാവ ആയതിനു ശേഷം, അതായത് യാക്കോബായ സഭയുടെ അധ്യക്ഷനായതിനു ശേഷം മണർകാട് പള്ളിയിലേക്കാണ് ആദ്യമായി ബസേലിയോസ് മാർ ജോസഫ് എത്തിയത്.
കോട്ടയം സെന്റ് മേരീസ് മൺറാട് പള്ളിയിലാണ് യാക്കോബായ സഭ അധ്യക്ഷന്റെ ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ഇപ്പോൾ കുരുത്തോല വെഞ്ചരിപ്പ് അടക്കമുള്ള ചടങ്ങുകളിലേക്ക്, ഓശാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഇന്ന് വാഴൂർ പള്ളിയിലാണ്. അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ഞായറാഴ്ച ദിവസമാണ്. ഓശാനയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിലും നടക്കുന്നുണ്ട്. എന്തായാലും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ യാക്കോബായ സഭ അധ്യക്ഷനായി ബസാലിയോസ് മാർ ജോസഫ് എത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യമായി കോട്ടയം ജില്ലയിലേക്ക് എത്തുന്നു. കോട്ടയം ജില്ലയിലെ അവരുടെ പ്രധാനപ്പെട്ട പള്ളിയായ മണർകാട് പള്ളിയിലെത്തിയാണ് ഈ ഓശാന ഞായർ ദിവസം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ഈ വരുന്ന വിശുദ്ധ വാരത്തിൽ മുഴുവൻ ഈ പള്ളിയിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ വാടൂർ പള്ളിയിലും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. എന്തായാലും ഈ ഒരു ഞായറാഴ്ച വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞായറാണ്. ഇന്ന് ഓശാന കഴിയുന്നതോടുകൂടി വിശുദ്ധ വാരത്തിലേക്ക് കടക്കും. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പ്രാർത്ഥനയും ഭക്തിയുമായി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. പീഡാനുഭവം ആഴ്ചയാണ് ഇനി കടന്നു വരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും കാത്തോലിക്ക ബാവ യാക്കോബായ സഭാ അധ്യക്ഷൻ കുരുത്തോലകൾ, വെഞ്ചരിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, കുരുത്തോല പ്രദക്ഷിണം തുടരുകയാണ്.